നിന്ന് വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇതാ അല്പസമയത്തിനോടകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ന്യൂസ് മലയാളത്തിന്റെ മാജിക് സ്ക്രീനിലൂടെ സമഗ്രമായ വിവരങ്ങൾ ഇതാ എത്താൻ പോവുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളോട് ആദ്യം തന്നെ അറിയിക്കാനുള്ളത്. ഏത് തദ്ദേശ സ്ഥാപനമായിരിക്കും ആദ്യം എത്തുക? സേതു, എന്താ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. തിരുവനന്തപുരം വരുമോ? തിരുവനന്തപുരം വരണമല്ലോ. തിരുവനന്തപുരം ആദ്യം കിട്ടും. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങോട്ട് പറയാൻ സമയമില്ല. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 557 ഇടത്ത് LDF മുന്നിട്ട് നിന്നാണ് കഴിഞ്ഞ തവണ വിജയിച്ചതാണ്. UDF 363, NDA 14, ബ്ലോക്ക് പഞ്ചായത്ത് 182, ആകെ 113 ഇടത്തും LDF ആയിരുന്നു. 38 ഇടത്ത് മാത്രം UDF, BJPക്ക് 0, നഗരസഭ 87, 44 ഇടത്ത് UDF, അവിടെ UDFനാണ് മുന്നിൽ. 41 ഇടത്ത് LDF, BJP 2 ഇടത്ത്. കോർപ്പറേഷൻ 6-ൽ 5 LDFനായിരുന്നു. ഒറ്റ സ്ഥലം മാത്രമേ, കണ്ണൂർ മാത്രമേ UDFനുണ്ടായിരുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്ത് 14, 10 LDF, UDF 4. അങ്ങനെ LDFന് സമ്പൂർണ്ണമായിട്ടും അമ്പൻ വിജയം മുന്നോട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവം ഒഴികെ മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് ഒരു 2 സീറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അങ്ങേയറ്റം സുപ്രധാനമായിട്ടുള്ള ആദ്യ ഫലസൂചന അല്പസമയത്തിനകത്തും ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു. ഉറപ്പായും ആദ്യ ഫലസൂചന ഇതാ എത്താൻ പോവുകയാണ്. ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിൽ ആദ്യ ഫലസൂചന എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നിരുന്നല്ല കേട്ടോ. കൃത്യമായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ 14 ജില്ലകളിലും ഓരോ കോർപ്പറേഷനുകളിലും ഓരോ മുനിസിപ്പാലിറ്റികളിലും ഓരോ പഞ്ചായത്തുകളിലുമുള്ള ന്യൂസ് മലയാളത്തിന്റെ റിപ്പോർട്ടിംഗ് സംഘം കൃത്യമായി നൽകുന്ന വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 52 മുതൽ 58 വരെ പോസ്റ്റൽ ബാലറ്റുകൾ കൊച്ചിയിൽ എണ്ണി തുടങ്ങി. ഒരു മിനിറ്റ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 2 ടേബിൾ ആദ്യ ഫലം അറിയുക 14 ഡിവിഷനുകളിൽ നിന്നാണെന്ന് ലെവിനും പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തിരുവനന്തപുരത്തും 52 മുതൽ 76 വരെയുള്ള വാർഡുകളെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. ഇപ്പോ ബിനിൽ പോത്തൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതുപോലെ അല്പസമയത്തിനകം തന്നെ 8 മണിയാണ് 2 മിനിറ്റ് അല്ല ഫലസൂചന ഈ സ്ക്രീനിലേക്ക് നമ്പറുകൾ മാറാനായിട്ട് ഈ നമ്മുടെ സംവിധാനങ്ങൾ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് ആലോചിക്കുക. അത് 8:01 എന്ന സമയമാകുമ്പോഴേക്കും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ചിലയിടത്ത് ചില പ്രശ്നങ്ങളുണ്ടാകും, വ്യത്യാസങ്ങൾ. പോസ്റ്റൽ ബാലറ്റിൽ 3 ഡിവിഷനിൽ UDFന് ലീഡ്. ആദ്യ ലീഡ് UDFനാണ്. എവിടെയൊക്കെയാണ് പോസ്റ്റൽ ബാലറ്റിൽ? എവിടെയൊക്കെയാണ്? എറണാകുളത്താണ്. അത് എറണാകുളം കോർപ്പറേഷനാണ്. കൊച്ചി കോർപ്പറേഷനാണ്. ആദ്യ ലീഡ് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യ ലീഡ് വന്നിരിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റിൽ ആദ്യ ലീഡ് 3 ഡിവിഷനുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 12 ഡിവിഷനുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ 3 ഡിവിഷനുകളിൽ UDF മുന്നിൽ വന്നിരിക്കുകയാണ്. ആദ്യ ലീഡായിട്ട് തന്നെ ഇതിനെ പ്രഖ്യാപിക്കാം. റൈറ്റ്. ഇപ്പോൾ ഷമീർ കൊല്ലത്ത് എന്ന് പറയുന്നു തപാൽ വോട്ടുകൾ കൊല്ലത്തും എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. തൃശ്ശൂരിലും കോർപ്പറേഷനിൽ നിന്നുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ എത്തി തുടങ്ങിയിരിക്കുന്നത്. 14 വാർഡുകളിലെ വോട്ടെണ്ണലാണ് ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളായിരിക്കും തൃശ്ശൂരിൽ നിന്ന് ആദ്യം ലഭിക്കുക എന്ന് പറയുന്നു. എല്ലായിടത്തും ആദ്യഘട്ടത്തിൽ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ തപാൽ വോട്ടുകൾ പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. വോട്ടെണ്ണൽ മെഷീനിൽ നിന്നുള്ള വോട്ടുകളിലേക്ക് കടക്കും. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കൊച്ചിയിലെ ലീഡ് 3 ഇടത്ത് ലീഡ് UDF എടുക്കുമ്പോൾ പ്രതീക്ഷകൾ ഈ വിചാരിച്ച പോലെ ആയിരിക്കും അല്ലേ UDF ക്യാമ്പിന്? അതെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ റൈറ്റ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4 സെന്ററുകളിലാണ് വോട്ടെണ്ണൽ. 3 സെന്ററുകളിൽ 13 ടേബിളുകളും 1 സെന്ററിൽ 10 ടേബിളും ഉണ്ട്. 49 വാർഡുകളുടെ ഫലം ആദ്യം തന്നെ അറിയാം എന്നുള്ളതാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരം. തിരുവനന്തപുരത്താണ് ആദ്യം നമ്മൾ കാര്യങ്ങൾ അറിയുക കേട്ടോ. തിരുവനന്തപുരത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് ആദ്യത്തെ വിവരങ്ങൾ വരും. അതെ. 49 വാർഡുകളുടെ ഫലം ആദ്യം അറിയാം. 1 മുതൽ 13 വരെ കഴക്കൂട്ടം മണ്ണന്തല പ്രദേശങ്ങളിൽ, 27 മുതൽ 39 വരെ മുട്ടട പാളയം പ്രദേശം, 52 മുതൽ 61 വരെ മുടാൻമുകൾ കരുമം പ്രദേശത്തു നിന്നുള്ളത്. അതുപോലെ 77 മുതൽ 89 വരെ വലിയ തുറ, ചാക്ക തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ. ഇതെല്ലാമാണ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോസ്റ്റൽ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന് അവിടെ നിന്ന് ആകാശം അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും പോസ്റ്റൽ വോട്ടെണ്ണലിലേക്ക് കടന്നു. അത്